ഹായ്, KSRTC പുതിയ അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക അല്ലേ. പുതിയ വോൾവോ ടൈപ്പ് ബസ്സുകൾ, സ്ലീപ്പർ ബസ്സുകൾ, അങ്ങനെ പലതും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മറ്റ് സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് വളരെ പുറകിലാണെങ്കിലും ഇപ്പോൾ ഇതാ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ് KSRTC വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ട്രാവൽ കാർഡ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആർക്കൊക്കെ കിട്ടി, ആരൊക്കെ കണ്ടു നമ്മുടെ KSRTC ട്രാവൽ കാർഡ് എന്നറിയില്ല. പിണങ്ങോട് ബസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിലുകളും നിങ്ങൾക്ക് കിട്ടും. പിണങ്ങോട് ബസ് അസോസിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട ആളെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് വിവരങ്ങൾ ചോദിക്കാം. നിങ്ങൾ വാ. ഹായ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആള് ഇതാണ് അഷ്റഫ് ഖാ പിണങ്ങോട് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ കൺവീനറാണ്. ഇപ്പോ ആളെടുത്ത് എന്താ പറയാ, നമ്മുടെ നേരത്തെ പറഞ്ഞ ട്രാവൽ കാർഡ് ഉണ്ട്, ഡീറ്റെയിലുകളൊക്കെ നമുക്ക് ചോദിക്കാം. അഷ്റഫ് ഖാ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാർഡ് വിൽക്കാൻ കഴിയുന്നത്? KSRTCയുടെ ചീഫ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വിതരണം നടത്തിയത്. നിലവിൽ 579 കാർഡുകൾ പിണങ്ങോട് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ അവരുടെ അംഗങ്ങൾക്കും ഇതര ബസ്സുകളിൽ ഓടുന്ന സർക്കാർ ജീവനക്കാർ, അതേപോലെ തന്നെ നിത്യയാത്രക്കാർ ഇവർക്കായിട്ട് വിതരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാറിന്റെ ഡിമാൻഡ് കൂടി വരികയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതോടുകൂടിയിട്ട് നിലവിൽ വിതരണം നിർത്തി വെച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് വയനാട് ജില്ലയിലെ മുഴുവൻ ഡിപ്പോകളും. ഓക്കെ, ഏകദേശം ഏത് ഡേറ്റിനാണ് വയനാട് ജില്ലയിലെല്ലാം ഡിപ്പോയിലും എത്തുക? ഓണത്തോടനുബന്ധിച്ചാണ് എത്തുക. ഇപ്പൊ നിലവിൽ കാർഡ് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് ചെയ്ത് കിട്ടുന്നതിൽ ഒരു കാലതാമസമാണ്. ഇപ്പോ KSRTC എല്ലാ ഇതിലുള്ള സ്വൈപ്പിംഗ് സംവിധാനവും കാര്യങ്ങളും സ്കാനിംഗ് സംവിധാനം എല്ലാം വന്നു, നിലവിലുണ്ട്. നിലവിൽ ചലോ ആപ്പുള്ള ETM, അതായത് ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനാണ് ഇപ്പൊ നിലവിലുള്ളത്. എല്ലാ ബസ്സുകളും കൊടുത്തിരിക്കുന്നത്. അത് ബസ്സിന്റെ ചലോ ആപ്പ് ഉപയോഗിച്ചിട്ട് ബസ്സിന്റെ ട്രാവലിംഗ് സംബന്ധമായിട്ട് എല്ലാ വിവരങ്ങളും അറിയാം. അതേപോലെ തന്നെ കാർഡ് റീചാർജ് ചെയ്യാം. ഓക്കെ, ഇനി എന്നെ പോലെ തന്നെ സാധാരണക്കാർക്ക് ഇതെങ്ങനെ വാങ്ങാൻ പറ്റും? റീചാർജിങ് എങ്ങനെയാണ്? എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യാം? അത് പറയുന്നത് നിലവിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് വിതരണം നടത്തിയത് വഴിയാണ് മലബാറിൽ ഈ സംവിധാനം എത്തപ്പെട്ടത്. ട്രാവൽ കാർഡ് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്ത ഉടനെ തന്നെ പിണങ്ങോട് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഞാനത് എത്തിച്ച് വിതരണം നടത്തിയത്. പിണങ്ങോട് റൂട്ടുകളൊക്കെ, പടിഞ്ഞാത്ത റൂട്ടുകൾ മുഴുവൻ പേർക്ക് കാർഡ് ആവശ്യപ്പെടുന്നവർക്ക് കാർഡ് കൊടുത്തു. എത്രയായിരുന്നു അതിന്റെ ചാർജ് വന്നിരുന്നത്? ഒരു കാർഡിന് 100 രൂപയാണ് നിലവിൽ KSRTC ഈടാക്കുന്നത്. 50 രൂപ മുതൽ അങ്ങോട്ടേക്ക് റീചാർജ് ചെയ്യാം. ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ കാർഡിന്റെ വിലയാണ്. ഈ 100 രൂപ 50 രൂപ മുതൽ എത്ര രൂപ വരെ നമുക്ക് റീചാർജ് ചെയ്യാം? 3000 രൂപ വരെ റീചാർജ് ചെയ്യാൻ നിലവിൽ. എവിടെ നിന്നൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുക? KSRTC കണ്ടക്ടർമാരിൽ നിന്ന് UPI പേയ്മെന്റ് വഴിയോ ക്യാഷ് കൊടുത്തിട്ടോ റീചാർജ് നിലവിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഈ ട്രാവൽ ഇതെങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? നോർമൽ ഇപ്പോ ഇവിടുന്ന് പിണങ്ങോടേക്ക് 15 രൂപ, പിണങ്ങോട് കൽപ്പറ്റയിലേക്ക് 15 രൂപയാണ്. സെയിം ചാർജ് തന്നെയാണോ കാർഡിന്? കാർഡ് തന്നെയാണ് വരിക, സെയിം ചാർജ്. ഇത് നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ 13 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 15 കൊടുത്ത ബാലൻസ് 2 രൂപ കിട്ടില്ല. 18 രൂപക്ക് നമ്മൾ 20 രൂപ കൊടുക്കുകയാണെങ്കിൽ ചില്ലറ ക്ഷാമം കൊണ്ട് അതും കിട്ടില്ല. പക്ഷെ കാർഡ് വന്നിട്ട് കൃത്യമായിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാർഡ് ഇപ്പോൾ നമ്മൾ 1000 രൂപക്ക് റീചാർജ് ചെയ്താൽ 1040, 2000 രൂപക്ക് റീചാർജ് ചെയ്താൽ 2100 രൂപ നമുക്ക്. ഓക്കെ, 2000 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 100 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, 1000 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1040 രൂപയും റീചാർജ് ചെയ്യും. ഇനി ഏതൊക്കെ ബസ്സിലാണ് പിന്നെ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? KSRTCയുടെ നിലവിലുള്ള എല്ലാ ബസ്സുകളിലും ഈ ട്രാവൽ കാർഡ് ഉപയോഗപ്പെടുത്താം. ഇതിന് പിന്നെ എന്താ പറയാ, KSRTCയിലുള്ള QR കോഡ് സിസ്റ്റം ആയിരിക്കും, അതല്ലാതെ ഇന്റർനെറ്റ് സംവിധാനം കാര്യങ്ങളൊന്നും വേണ്ട അല്ല. നിലവിൽ ചലോ ആപ്പുള്ള ETM മെഷീൻ വഴി ഇത് റീചാർജ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ചലോ ആപ്പ് നമ്മൾ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് നമുക്ക് സ്വന്തം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ആ കാർഡ് കണ്ടാലോ? കാർഡ് കാണാം. ശരി, ഇതാണല്ലേ കാർഡ്? ഇതാണ് കാർഡ്. ഓക്കെ, റൈറ്റ്. അതിന്റെ ബാക്ക് വശം ഒന്ന് കാണിച്ചു തരുമോ? ഈ കാർഡ് നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ എങ്ങനെങ്കിലും ഈ കാർഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ഡിപ്പോയിൽ അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യിക്കേണ്ടതാണ്. ഓക്കെ, ഈ കാർഡ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കുടുംബത്തിൽ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല സാധനം ഉള്ളത്, ആർക്ക് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. അത് ശരി. ഇതിൽ നമുക്ക് എത്ര രൂപ ബാലൻസ് ഉണ്ട്, എത്ര രൂപ റീചാർജ് ആയി, അതൊക്കെ എങ്ങനെയാ നമുക്ക് അറിയാൻ കഴിയാം? നമ്മളത് കണ്ടക്ടർ അടുത്ത് കൊടുത്തു കഴിയുന്ന സമയത്ത് കണ്ടക്ടർ അത് ETM മെഷീനിൽ അടിച്ചിട്ട് നമ്മളെ കയ്യിൽ തരുമ്പോൾ അതിൽ ബാലൻസ് എമൗണ്ട് താഴത്തുണ്ടാവും. ഓക്കെ, ഓരോ ടിക്കറ്റ് ഓരോ തവണ കയറുമ്പോഴും അതിന്റെ ബാലൻസ് ടിക്കറ്റിന്റെ അടിഭാഗത്തുണ്ടാവും. ഓക്കെ ഓക്കെ. ഇതിന്റെ മുമ്പ് വേറൊരു കാർഡ് ആയിരുന്നില്ലേ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാർഡ്? താൽക്കാലികമായിട്ട് അന്ന് ചെയ്തായിരുന്നു, മതിയായ ആസൂത്രണം മറ്റൊന്നും ഇല്ലാത്ത അത് പാളിപ്പോയി. ഓക്കെ. ഇപ്പോഴാണ് പുതിയ നമ്മളെ ഗതാഗത മന്ത്രി വന്നതിന് ശേഷം
പുതിയ രൂപത്തിൽ പരിഷ്കരിച്ചിറക്കിയതാണിത്. വൻ സ്വീകാര്യതയാണ് ഇതിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പം പണങ്ങോട് പാസഞ്ചേഴ്സ് അസോസിയേഷനിലൂടെ നമുക്ക് വാങ്ങാൻ പറ്റുമോ? നിലവിൽ നമ്മളിത് പറഞ്ഞല്ലോ 579 കാർഡ് വിതരണം നടത്തി പൂർത്തീകരിച്ചു. ഇപ്പൊ നിലവിൽ ഇനി കാർഡ് ക്ഷാമമാണ്, കിട്ടാനില്ല. പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പാണ് KSRTC ഇത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിലവിൽ അത് പ്രിന്റിംഗ് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓണത്തോടനുബന്ധിച്ചാണ് എല്ലാ ഡിപ്പോകളിലും, മലബാറിലെ എല്ലാ ഡിപ്പോകളിലും, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പ്രധാനമാണ്. കാരണം ഒന്നാമത് ക്യാഷ്ലെസ് സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് KSRTCയും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുറെ മെച്ചപ്പെട്ട സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാർഡ് എത്തിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കാർഡ് എപ്പോഴും പ്രയോജനപ്പെടും. മാത്രമല്ല ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും, നമ്മളെ കൂട്ടുകാർക്കൊക്കെ നമുക്കത് ഒരു ഗിഫ്റ്റ് ആയിട്ട് വരെ കൈമാറാൻ പറ്റും. ഓക്കെ, എത്ര കളേഴ്സിലുണ്ട് അഷ്റഫ് ഖായ് കാർഡ്? അത് തന്നെ ഉള്ളൂ, ഒറ്റ കളറിലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ 100 രൂപയാണ് കാർഡിന്റെ വില. ഇത് നമുക്ക് 50 രൂപ മുതൽ റീചാർജ് ചെയ്യാം. 2000 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 2100 രൂപ നമുക്ക് കിട്ടും. 1000 രൂപയ്ക്കാണെങ്കിൽ 1040. 100 രൂപയാണ് കാർഡ് ചാർജ് അല്ലേ? ഓക്കെ, ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ക്യാൻസൽ. തൊട്ടടുത്ത ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ക്യാൻസൽ ചെയ്യും, കാർഡ് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ, ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാ അഷ്റഫ് ഖാ? ആക്ടിവേറ്റ് നമ്മൾ നിലവിൽ 100 രൂപ കൊടുത്തിട്ട് കാർഡ് വാങ്ങുമ്പോൾ തന്നെ അത് ഓൾറെഡി ആക്റ്റീവായി. ഉപയോഗിക്കാനുള്ള തുക റീചാർജ് ആയിട്ട് നിലവിൽ ചലോ ആപ്പ് വഴിയോ കണ്ടക്ടറിൽ നിന്ന് റീചാർജ് ചെയ്തോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ബസ്സിൽ കയറിയിട്ട് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാം. ഓക്കെ, ശരി ശരി ശരി. വേറെ കാര്യം പറയട്ടെ, നമ്മള് ഈ പണങ്ങോട് ഉള്ള ആളുകൾക്ക് ഏകദേശം എന്താ പറയാ അഷ്റഫ് സർവീസും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ വിളിക്കുമ്പോ ഒക്കെ അധികം അഷ്റഫ് എന്താ പറയാ തിരുവനന്തപുരത്തായിരിക്കും, ഇങ്ങനെ കുറെ യാത്രയിലൊക്കെ ആയിരിക്കും. നമ്മുടെ വയനാട് ജില്ലയിലൊക്കെ ഏത് മുക്കുമൂലയിലേക്കും KSRTCയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന്റെ പിന്നില് എന്താ പറയാ അഷ്റഫ് ഖാൻ എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇനി പുതിയ KSRTCയിൽ എന്താ പറയാ ഒരുപാട് ഇഷ്യൂസുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. മീൻസ് എന്താ പറയാ, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല ബസ്സുകൾ, സ്ലീപ്പറുകൾ ഒക്കെ കുറവായിരുന്നല്ലോ. അപ്പോൾ അതിന് പുതിയ KSRTCക്ക് എന്തെങ്കിലും അങ്ങനത്തെ പുതിയ എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ വരുന്നുണ്ടോ? ഇപ്പോഴുള്ളത് നിലവിൽ നമ്മൾ കണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളാണ് KSRTC വന്നുകൊണ്ടിരിക്കുന്നത്. മിടുക്കനായ ഗതാഗത മന്ത്രി അദ്ദേഹത്തിന്റെ മികച്ച ടീം ഈ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. പുതിയ ബസ്സുകൾ, സ്ലീപ്പർ, സീറ്റർ വീട്ടിലുള്ള കുറെ ബസ്സുകൾ ഇപ്പോൾ നിലവിൽ ഇറക്കിക്കൂടി കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ ഫ്ലാഗ് ഓഫ് ആനേറയിൽ സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്ത് വെച്ച് നടത്തിയിരുന്നു. ഓണത്തിന് സ്പെഷ്യൽ സർവീസുകൾ അടിക്കാൻ വേണ്ടി ബസ്സുകളൊക്കെ സർവീസിന് വേണ്ടി കൊടുത്തിരിക്കും. ഓണം കഴിഞ്ഞ വിവിധ ഡിപ്പോകൾക്ക് അത് കൂൾ ചെയ്ത് കൊടുത്തിട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയ സർവീസുകൾക്ക് മാത്രമാക്കി ബസ്സുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, കൂൾ ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ കാര്യം, ഇനിയിപ്പോ നമ്മളിപ്പോ എന്താ പറയാ വയനാട് ജില്ലയിൽ എന്താ പറയാലോ, എങ്ങനെയെങ്കിലും എന്താ പറയാ ചില റൂട്ടുകളിലേക്കൊന്നും KSRTCന്റെ പ്രോപ്പർ ആയിട്ടുള്ള സർവീസുകളൊന്നും ഇല്ല. ഇതിലേക്കൊക്കെ എന്താ പറയാ വരണമെങ്കിൽ എന്താണ് ചെയ്യാൻ നമുക്ക് പറ്റുക? നിലവിൽ ഗതാഗത മന്ത്രി മുൻകൈ എടുത്തിട്ട് ഒരു ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. അതില് പ്രദേശവാസികൾക്ക് ആവശ്യപ്പെടാം, റൂട്ടിലേക്ക് ബസ്സില്ലായിരുന്നു ആവശ്യപ്പെടാം. അതിന്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ആധാരത്തിൽ ആവശ്യപ്പെട്ട റൂട്ടുകളിലേക്കൊക്കെ ബസ് സർവീസ് അനുവദിച്ചു. ഇപ്പൊ ഇതിലൊന്നും പെടാത്ത ആളുകൾക്ക് എന്തെങ്കിലും എന്താ പറയാ, നമ്മളിപ്പോ നമ്മളെ റൂട്ടിൽ ബസ്സില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ അദാലത്തിനൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ. പ്രധാനമായിട്ടും നമുക്കറിയാം വയനാട്ടിൽ KSRTCനെ തന്നെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരം റൂട്ടുകളിലേക്ക് ഇനി വരണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ തീർച്ചയായും ചെയ്യാൻ പറ്റും. സ്ഥലത്ത് MLA വഴി നമുക്ക് മിടുക്കനായ ഒരു MLA നമ്മുടെ മണ്ഡലത്തിൽ കിട്ടി. അതെ, കൽപ്പറ്റ MLA അദ്ദേഹം വഴി നമ്മുടെ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സമീപിച്ച് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കാര്യത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുകയും സർവീസുകൾ കൊണ്ടുവരാൻ ആവശ്യമായ നടപടി. നമ്മളെ ഈ പടിഞ്ഞാറത്തറ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു KSRTC മാത്രം കൂടിയ റൂട്ടായിരുന്നു. അതെ അതെ, തീർച്ചയായും. ഇന്ന് ഇൻസ്റ്റേറ്റും ഒരു KSRTC ഇല്ലാത്ത എനിക്ക് ഓർമ്മയുണ്ട്. പടിഞ്ഞാറത്തറ വരെ ഉള്ളൂ, മാനന്തവാടി വരെ KSRTC ഇല്ലാത്തില്ല. കുപ്പാടിത്തറ കോഴിക്കോട് എന്നിട്ട് ഒരൊറ്റ സർവീസ് മാത്രം ഉണ്ടായിരുന്നു. അതെ അതെ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻസ്റ്റേറ്റും ഇന്റർസ്റ്റേറ്റും ഹ്രസ്വദൂര സർവീസുകളുമായിട്ട് ഇന്ന് നിലവിൽ 20ഓളം സർവീസുകൾ നമ്മുടെ റൂട്ടിൽ ഓടുന്നുണ്ട്. എല്ലാം വൻ വിജയകരമാണ്. ഇനിയിപ്പോ നമുക്ക് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള കോയമ്പത്തൂർ സർവീസ് മാനന്തവാടി കോയമ്പത്തൂർ പടിഞ്ഞാറത്തറ വഴി വരാൻ പോകും. അത് തിരിച്ചെങ്ങനെയാ വരുന്നത്? തിരിച്ചും കോയമ്പത്തൂരിൽ നിന്ന് പടിഞ്ഞാറത്തറ വഴിയാണ്. അതെ, പടിഞ്ഞാറത്തറ വഴിയാണ്. ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന റൂട്ടിൽ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ, തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് മാനന്തവാടിക്ക് സർവീസ് പോകുന്നത് 11 ജില്ലകൾ കവർ ചെയ്തിട്ടാണ് ബസ് പോകുന്നത്. വൻ വിജയമാണ് ബസ്. അതിനും പഴയ ബസ്സാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓണം കഴിഞ്ഞ ഉടനെ ബസ് മാറ്റും.
അത് ശരി. സത്യത്തില് വയനാട്ടുകാർക്കൊരു എന്താ പറയാ ട്രെയിനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ജില്ലയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് KSRTC ആണ്. അപ്പോൾ ഇത്തരം സർവീസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിലും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാൻ അഷ്റഫ് കാക്കും ടീമിനും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. റൈറ്റ്.